ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഈ 2025 ആദ്യ മാസങ്ങളിലെ ആദ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് എന്തൊക്കെയോ നമ്മുടെ അകത്ത് ചില പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് പോവുകയാണ്. നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വചനം കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, ഇതൊക്കെ ആത്മീകമായ ഒരു തലത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തോട് കൂടെ വസിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വർഷം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. അതിന് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എൻ്റെ 100% എൻ്റെ ലൈഫ് കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. പലപ്പോഴും ഒരു 80-85% നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ധാരണകൾക്കും നമ്മുടെ ചിന്താഗതികൾക്കും അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ട് ഒരു 10-15% മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളിലെ ചില ഏരിയകളിൽ മാത്രമാണ് നമ്മൾ കർത്താവിന് കൈകടത്താനായിട്ട് അവസരം കൊടുക്കാറുള്ളൂ. എന്നാൽ ഇന്ന് ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. ഞാൻ സ്വർഗത്തിൻ്റെ പൗരനാണ്, അതുകൊണ്ട് സ്വർഗമാണ് എൻ്റെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. 100% കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിജയിപ്പിക്കാൻ ശ്രമിച്ച പലതും വിജയിക്കാതെ പോയത് നമ്മൾ നോക്കി നിൽക്കുന്നിടത്ത് കർത്താവ് വിജയിപ്പിച്ച് തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് ദുബായിൽ നിന്ന് ജോജി ആൻഡ് റീന. താങ്ക് യു ബ്രദർ ജോജി ആൻഡ് റീന. ഇന്ന് ജോജി മാത്യുവിന്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോജി മാത്യു ബ്രദർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജോജി മാത്യുവിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, വളർച്ച ഉണ്ടാകുവാൻ, മകൾ ജിയന്നയുടെ ഭാവി യേശുവിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബം ആത്മീകമായിട്ട് വളരട്ടെ കർത്താവെ. ദൈവ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ ഒരു കോ സ്പോൺസർ ഗുജറാത്തിൽ നിന്ന് ശ്വേതയാണ്. താങ്ക് യു സിസ്റ്റർ ശ്വേത. ഇന്ന് ശ്വേതയുടെയും അനന്തുവിന്റെയും 1ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി ശ്വേത ആൻഡ് അനന്തു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ. ശ്വേതയ്ക്ക് കാനഡയിലേക്ക് പോകുവാനുള്ള വീസ ലഭിക്കുവാൻ, അനന്തുവിന് ജോലി ലഭിക്കുവാൻ, പിതാവിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു കോ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ബിന്ദു റാണിയാണ്. താങ്ക് യു സിസ്റ്റർ ബിന്ദു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കൊച്ചുമകൻ ഐവിന്റെ 1ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഐവിൻ ബേബി. കർത്താവ് ധാരാളമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐവിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവകൃപയുണ്ടാകുവാൻ, മൂത്ത മകൾ ആര്യയുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, മൂത്ത ഇളയ മകൾ കാവ്യയുടെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ അടുത്ത ഒരു കോ സ്പോൺസർ UAE നിന്ന് സുനന്ദ നായരാണ്. താങ്ക് യു സിസ്റ്റർ സുനന്ദ. ഇന്ന് മകൻ ശ്രീനാഥിന്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ശ്രീനാഥ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന് ദുബായിൽ ജോലി ലഭിക്കുവാൻ, മകളും കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ, അനുഗ്രഹങ്ങളെ പകരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ദുബായിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡാമിൻ ഓൾറെഡി അവിടെ ഉണ്ട്. ദയവായി കടന്നു ചെല്ലുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. നാളെ ഇതുപോലെ തന്നെ വൈകിട്ട് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഇതാ ഖത്തറിൽ വെച്ച് നടക്കുകയാണ്. ആ മീറ്റിംഗിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വരുന്ന മാസം ഒടുവിൽ 24, 25, 26 വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഹോളി സ്പിരിറ്റ് സിനഡ്
അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അതിനുവേണ്ടി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിക്ടറി ഓവർ സേറ്റാനിക് വർഷിപ്പ്, സാത്താന്യ ആരാധനയുടെ മേലുള്ള ജയം, അതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ വളരെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കഴിവതും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടണം ഏത് രീതിയിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളത്. അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകളൊന്ന് അയച്ചു കൊടുക്കണം. ഇതിനൊരു ലൈക്ക് കൊടുക്കുക. കാരണം യൂട്യൂബ് അൽഗോരിതം അനുസരിച്ച് ഇത് ഒത്തിരി പേർക്ക് അവരെ പ്രൊമോട്ട് ചെയ്യും, ഒത്തിരി പേർക്ക് ഈ സത്യം ഗ്രഹിക്കാൻ ഇടയാകുകയും ചെയ്യും. ഞാൻ വളരെ ശാന്തമായിരുന്നാണ് പറയുന്നതെങ്കിലും സത്യം സത്യമാണ്, അതിന് പവറുണ്ട്. അത് ഒത്തിരി പേരെ വിടുവിക്കും. ദൈവകൃപയാൽ ബ്ലെസ്സിങ് ടുഡേയുടെ ശുശ്രൂഷകളിലൂടെ കഴിഞ്ഞ അനേക വർഷങ്ങളിലായി അനേകർ സത്യം അറിയാനും അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്ന ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ അത്ഭുത പ്രകാശത്തിൽ ജീവിക്കാനും കർത്താവ് തൻ്റെ കൃപയാൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിൽ നിന്നും ലക്ഷങ്ങളിൽ നിന്നും കോടികളിലേക്ക് എത്തണം. എല്ലാ ഭാഷക്കാർക്കും ഗോത്രവർഗക്കാർക്കൊക്കെ ഇത് കിട്ടണം. ഇതാണ് നമ്മുടെ ആഗ്രഹം, ആവശ്യം. ഇന്നലെ ഞാൻ ദ ഫോംസ് ഓഫ് സേറ്റനിക് വർഷിപ്പ് ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സേറ്റനിക് വർഷിപ്പ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പരാമർശിച്ചുകൊണ്ടിരുന്നത്. വിവിധ രീതിയിൽ സാത്താന്യ ആരാധന നടക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് വർഷിപ്പാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ലൂസിഫർ, സാത്താൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവനെ സേവിക്കുന്ന എൻ്റെ ഹൈ പ്രീസ്റ്റും എൻ്റെ ലോ പ്രീസ്റ്റും മിഡിൽ പ്രീസ്റ്റും ഒക്കെ ആയിട്ട് ഒരു ശുശ്രൂഷക വൃന്ദം ഉണ്ട്. സേറ്റനിക് കവൻറ്റിൽ ഏർപ്പെട്ട് ജീവിതം മുഴുവൻ സാത്താന് വേണ്ടി കൊടുക്കുന്ന രീതിയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ലൈഫ് കൊടുത്തേക്കുവാ. ഗലാത്യ ലേഖനം 2:20 പറയുന്നത്, ഫോർ ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ അല്ലേ. എന്നിട്ട് അവിടെ വെച്ച് പറയുന്നത്, ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ദ ലൈഫ് ഐ ലിവ് ഇൻ ദ ഫ്ലഷ് ടുഡേ ഈസ് നോട്ട് ഫോർ മീ ബട്ട് ഐ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗോഡ് ഹു ഗേവ് ഹിംസെൽഫ് ഫോർ മീ. എനിക്ക് വേണ്ടി തന്നെ തന്ന ക്രിസ്തുവിന് വേണ്ടിയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം. അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ബോൾഡായിട്ട് ടൈപ്പ് ചെയ്തിടുക, ഐ ഹാവ് ഗിവൺ ഓൾ മൈ ലൈഫ് ടു ജീസസ്. യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കൊടുത്തു എന്നവിടെ എഴുതി വെക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലോ പറ്റുന്ന പോലെയൊക്കെ എഴുതി വെക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട് സാത്താന്യ ആരാധന. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിഗ്രഹാരാധന. വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, വീണ് കിടക്കുക, അതിന് നേർച്ച കാഴ്ചകൾ കൊടുക്കുക, അർപ്പിക്കുക. അത് ഏത് മതത്തിലായാലും, ക്രിസ്തീയ മതം ഉൾപ്പെടെ അങ്ങോട്ട് ഏത് മതത്തിലെടുത്താലും ബൈബിൾ പറയുന്നു, ഞാനല്ല, ബൈബിൾ പറയുന്നു. പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനാൽ തലമുറകൾ ശപിക്കപ്പെടും. ഓൾറൈറ്റ്. പിന്നെ നമ്മൾ കണ്ടത് ഡയറക്റ്റായിട്ടുണ്ട്, ഇൻഡയറക്റ്റായിട്ട് വിഗ്രഹാരാധന പോലെയുള്ളതുണ്ട്. അതുകൂടാതെ ഓക്കൾട്ടിക് പ്രാക്ടീസുകളുണ്ട്. ആഭിചാരം, ദുർമന്ത്രവാദം തുടങ്ങിയ പൈശാചികമായ ക്രിയകളിലൂടെ ഉള്ള ഒത്തിരി പേര്, ആസ്ട്രോളജി, സോഴ്സറി, വിച്ച് ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ളത്. സ്വന്തം മക്കളെ വെള്ളത്തിലെറിയുക, തീയിലെറിയുക, മഷിനോട്ടം, കൈനോട്ടം തുടങ്ങി ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ പൈശാചിക ശക്തികൾ പ്രവർത്തിച്ച് ആ പൈശാചിക ശക്തികൾക്ക് അതിൻ്റെ മഹത്വവും ആരാധനയും കിട്ടുന്ന പരിപാടിയാണ്. മറ്റൊന്നാണ് സെൽഫ് വർഷിപ്പ് ആൻഡ് ഹ്യൂമാനിസം. അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന പലർക്കും ഒന്നിലും വിശ്വാസമില്ല. പക്ഷെ ഞാനാണ് ദൈവം, ഞാനാണെല്ലാം എന്ന് പറയുന്ന അതിലേക്ക് വരെ അതിൻ്റെ വചനങ്ങൾ തന്നു. 2 തിമോത്തിയോസ് 3:1-5 വരെയുള്ള ഭാഗത്ത് സവിസ്തരം എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഡേഞ്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ടൊരു ഡേഞ്ചർ എന്ന് പറയുന്നത്, ഭൂതങ്ങളുടെ മേശയിലും കർത്താവിൻ്റെ മേശയിലും പങ്കുകാരായാൽ അവർക്കുള്ള ന്യായവിധി വളരെ വലുതാണ്. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. വിവിധ രീതിയിലുള്ള പൈശാചികമായ കവനന്റുകളും ബോണ്ടേജുകളും
അതിൻ്റെ സ്ലേവറി, അതിൻ്റെ നുകം, ഇതെല്ലാം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും. എന്ന് മാത്രമേ ഇറ്റ് ഇൻവൈറ്റ്സ് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്. അതിഭയങ്കരമായ ക്രോധം എൻ്റെ മേൽ വരികയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഗ്രഹാരാധനയെ ദൈവം ഏറ്റവും വെറുക്കുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിലും അല്ലാത്ത പല മീറ്റിങ്ങുകളിലും ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം തന്നിട്ടുണ്ട്. പ്രധാനമായും ദൈവത്തിന് ഇതിനെ വെറുക്കാൻ കാരണം, ദൈവം ജീവിച്ചിരിക്കെ, ദൈവം സകല ദുഷ്ടന്മാർക്കും നല്ലവർക്കും സൂര്യനെ ഉദിപ്പിച്ച് മഴയും വെയിലും മഞ്ഞും വസന്തകാലവും ശീതകാലവും എല്ലാ കാലങ്ങളൊക്കെ കൊടുത്ത് പരിപാലിക്കുമ്പോൾ ആ ദൈവത്തെ, ദ സപ്ലയർ, ദ ഗിവർ, ദ ഒറിജിനേറ്റർ, ദ ക്രിയേറ്റർ ആയിട്ടുള്ള ദൈവത്തെ വിട്ടിട്ട് ദൈവം സൃഷ്ടിച്ച എന്തെങ്കിലും ചെറിയ സാധനത്തിൻ്റെ പുറകെ പോയി ആരാധിക്കുമ്പോൾ അതിഭയങ്കരമായ വേദന ദൈവത്തിനുണ്ടാകും. അതിന് ചങ്കിക്കൊള്ളുന്നൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളൊരു വീട്ടിലെ അപ്പനാണ്, അമ്മയാണ് ഇരിക്കട്ടെ. ഒരു ദിവസം ജോലി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പിതാവാണ്. നിങ്ങളുടെ അതുപോലെ തന്നെ, നിങ്ങൾ അതേ ഷേപ്പിലുള്ള, കണ്ടാൽ ജീവനൊഴികെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു കലാരൂപം മക്കളെല്ലാവരും കൂടെ ഉണ്ടാക്കി, വാക്സ് പ്രതിമയാണെന്നിരിക്കട്ടെ, ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് അതിനോട് സംസാരിക്കുക. പക്ഷെ നിങ്ങൾ ജോലി കഴിഞ്ഞ് ബാഗുമായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനോട് ഡാഡി ഡാഡി അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹേ ഡാഡി ഇവിടെ ഉണ്ട്, അപ്പൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നു. പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരിതിനോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പിൽ ഇന്ന് അതിനെ കിസ് ചെയ്യുന്നു, അതിൻ്റെ മുമ്പിൽ പലതും കൊണ്ട് വെക്കുന്നു, സ്നേഹപ്രകടനങ്ങൾ, അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. കുറേ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ദേഷ്യം വരും. ഹേയ്, ഞാനിവിടെ ജീവനോടെ ഉണ്ട്, എൻ്റെ പ്രതിമയല്ല നിങ്ങൾ വണങ്ങേണ്ടത് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കേണ്ടത്, ഐ ലവ് യു പറയേണ്ടത് എന്നോടാണ്, ഇവിടെ വാ എന്ന് നിങ്ങൾക്ക് പറയില്ലേ. ഇത് ഒരു ദിവസം കളിതമാശയായിട്ട് എടുക്കുന്നു. പക്ഷെ ഇത് നിരന്തരം ഇത് തന്നെ വർഷങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ചില ആക്ഷനുകളൊക്കെ എടുത്തുന്നിരിക്കും. എന്നെ വേണ്ടെങ്കിൽ ജീവനോടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നോട് നിങ്ങൾക്ക് സംസാരിക്കണ്ട, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നില്ല, എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നതിന് ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. എൻ്റെതായ ദേഷ്യം നിങ്ങൾ പുറത്തെടുക്കും. ഇത് തന്നെയാണ് കർത്താവും ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ ജീവൻ്റെ ഉറവിടമാണ്. ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പൊട്ടക്കിണറുകൾ എന്തിനു കുഴിച്ചു? മരീചികയുടെ പിന്നാലെ എന്തിനു പോയി? ഇതൊക്കെയാണ് ദൈവത്തിന് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് ആദ്യം മുതൽ അവസാന പുസ്തകം വരെ വിഗ്രഹങ്ങൾക്കെതിരെ ദൈവം അതിശക്തമായ നടപടിയെടുക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അടുത്തൊരു സംഭവം ഇതാണ്. നമ്മിൽ പലരും പല മത പശ്ചാത്തലങ്ങളിലൊക്കെ വളർത്തപ്പെട്ടവരാണ്. മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആ മത അനുവർത്തികളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ രീതികളിലും ആചാരങ്ങളിലൊക്കെ ജീവിച്ചവരാണ്. ഞാൻ അങ്ങനെ ജീവിച്ചു. 16 വയസ്സ് വരെ അന്ധകാരത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നവനാണ് ഞാൻ. അന്ന് ദൈവത്തിനെന്ന രീതിയിൽ ആത്മാർത്ഥമായ ഒത്തിരി പരിപാടികൾ ചെയ്തു. ഓ മൈ ഗോഡ്, അത് ഞാൻ ഈ മീഡിയയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ഞാൻ ചെയ്തു. പക്ഷെ ദൈവവചനം വായിച്ചപ്പോൾ സത്യം മനസ്സിലായി, ഹൃദയത്തിൽ വന്നു. അന്ന് ഞാനത് ഉപേക്ഷിച്ച് പുറത്തിയാടി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഇഷ്ടപ്പെട്ടില്ല, ഇന്നും ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, നോ പ്രോബ്ലം. സത്യം അറിയുന്നവർ അതിനുവേണ്ടി ജീവിക്കണമല്ലോ. സത്യത്തിൻ്റെ പ്രകാശത്തിൽ, വെളിച്ചത്തിൽ നമ്മൾ നടക്കണ്ടേ? ഓക്കെ. ഇനി ഈ സാത്താന്യ ആരാധനയിൽ നിന്നും, അതിൻ്റെ മേൽക്കോയ്മയിൽ നിന്നും, അതിൻ്റെ അടിമത്തത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരിക? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി പേര് എന്നോട് വാട്സപ്പ് മെസ്സേജിലും നേരിട്ടും പല മാർഗങ്ങളിലൂടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ബ്രദറെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബ്ലെസ്സിങ് ടുഡേയിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സഭയിൽ, സുവിശേഷമുള്ള വെളിച്ചമുള്ള സഭയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇന്ന മതത്തിലായിരുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ജീവിതമാണ് ഞങ്ങൾ നയിച്ചത്. അന്ന് ചില നേർച്ചകളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു, പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ? ആ ശക്തികൾ ഞങ്ങളെ വേട്ടയാടി ഞങ്ങൾ നശിപ്പിക്കുമോ? ആ നേർച്ചകൾ കഴിച്ചിട്ട് തിരിച്ചു വരട്ടെ? ഒത്തിരി പേരെന്നോട് ചോദിച്ചു. ഞാനവരോട് പറയും, ദയവായി നീ ആ വഴിക്ക് പോകരുത്. ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ പുറകെ പോകരുത്.
അന്ന് ചില നേർച്ച കാഴ്ചകൾ കഴിച്ചു. അറിവില്ലായ്മയുടെ കാലത്തുള്ളതെല്ലാം ദൈവം ക്ഷമിച്ചു. ഇനി ആ ദുഷ്ടശക്തികൾ അതിൻ്റെ അവകാശവാദവുമായി നിങ്ങളടുക്കൽ തിരിച്ചു വന്നാൽ, നിങ്ങൾക്ക് ചില കെടുതികൾ ഉണ്ടാക്കാൻ ക്ലെയിമുമായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? വളരെ എളുപ്പത്തിൽ പറയാം. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോക്കോ. ഇനി നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ യേശുവിൻ്റെ പ്രോപ്പർട്ടിയാണ്, യേശുവിൻ്റെ കർത്താവാണ്, ദൈവമാണ്, നാഥനാണ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ യൂ ടേൺ എടുത്ത് ഈ ദുഷ്ടശക്തികൾ പൊക്കോളും. പക്ഷെ അതിനുള്ള ഗട്ട്സ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും കാണിക്കാത്തത് കൊണ്ടാണ് പലരുടെയും പുറകെ വരുന്നത്, ക്ലെയിമുമായിട്ട് വരുന്നത്. ഓക്കെ, ചില കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 22:37. ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, സോൾ ആൻഡ് മൈൻഡ്. ട്രൂ വർഷിപ്പ് ബിലോങ്സ് ടു ഗോഡ് alone, not idols, demons or self. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. വർഷിപ്പ് ഒറിജിനേറ്റ്സ് ഫ്രം ലവ്. സ്നേഹം, ആദരവ്, ബഹുമാനം, അതിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് ആരാധനയിലേക്ക് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നില്ല. സ്നേഹം, സ്നേഹപ്രകടനങ്ങൾ, ആദരവ്, ബഹുമാനം തുടങ്ങിയ സകലവും വന്ന് ഏറ്റവും അവസാനം എത്തുന്നതാണ് ആരാധന. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇത് കർത്താവ് പറഞ്ഞിരിക്കുക. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? How to have victory over satanic worship and its curses or judgments of God. സാത്താന്യ ആരാധനയിൽ നിന്നും ആ സാത്താന്യ ആരാധനയിലൂടെ വരുന്ന സാത്താന്യ ആരാധനയിലൂടെ വരുന്ന, ഇങ്ങനെ അതിനെ പറയേണ്ടത്, അതിൽ നിന്നുള്ള ബന്ധനങ്ങൾ, നുകങ്ങൾ, പൈശാചിക ഉടമ്പടികൾ, കെടുതികൾ, ഇതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു വരാം? ഒന്നാമത്, കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ഏവളും ശപിക്കപ്പെട്ടത്. അങ്ങനെ വചനമുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. Cursed is the person who does not love the Lord. അതിൻ്റെ മേൽ തന്നെ ഒരു ശാപമുണ്ട്. കർത്താവിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയ എല്ലാത്തിനും പരിഹാരമായി കുഞ്ഞേ. കർത്താവിനെ ഉള്ളുകൊണ്ട്, അകം കൊണ്ട്, അകക്കാമ്പ് കൊണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ സ്നേഹിക്കുമല്ല, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിനെ സ്നേഹിക്കാൻ. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നതിൽ പിശുക്കരല്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്തൊക്കെ സ്നേഹം വാരിക്കോരി കൊടുക്കും. പക്ഷെ സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കാതിരിക്കുമ്പോൾ അത് വലിയ അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പൊ സാത്താന്യമായ സകലത്തിൽ നിന്ന് പുറത്തു വരാൻ തുടക്കമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, അങ്ങനെ അവനെ ആരാധിക്കുക. അടുത്തത് ജെയിംസ് ചാപ്റ്റർ 4:7 അനേക പ്രാവശ്യം കോട്ട് ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. ജെയിംസ് 4:7 സബ്മിറ്റ് യുവർ സെൽവ്സ് ടു ഗാഡ്, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. So a believer is called to stand firm against Satan's schemes. സാത്താന്യമായ സകല തന്ത്രങ്ങളെയും എതിർത്ത് നിൽക്കുവാൻ, എതിരിട്ട് നിൽക്കുവാൻ ദൈവം ഓരോ വിശ്വാസിയെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആദ്യത്തെ പടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സബ്മിറ്റ് യുവർ സെൽവ്സ് ടു ഗോഡ്. ആദ്യം പറഞ്ഞു കർത്താവിനെ സ്നേഹിക്കണം, ആരാധിക്കണം, അതിനുശേഷം കീഴ്പ്പെടണം. ദൈവത്തിന് കീഴ്പ്പെടുന്നതും ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതും ഒന്ന് തന്നെ. ദൈവം വെച്ച അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ദൈവത്തിന് കീഴ്പ്പെടുന്നതിന് തുല്യമാണ്. ആ സ്ട്രക്ചറിനകത്ത് അടിയിൽ നിൽക്കണം. ഓക്കെ, അടുത്തത് എക്സ്പോസ് ദ വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ്
ഇരുളിൻ്റെ പ്രവൃത്തികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. എന്ന് പറഞ്ഞേ, ഇരുളിൻ്റെ പ്രവൃത്തികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഇരുളിൻ്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? വെളിച്ചത്ത് കൊണ്ടുവരണം. എഫേസ്യ ലേഖനം 5:11 നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 5:11. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയത്ര ചെയ്യേണ്ടത്. അവർ ഗൂഢമായി, അടുത്ത വചനം, ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകും. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ താഴേക്ക് പറയുന്നുണ്ട്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവേൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവേൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ചു തങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടി കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഓ മൈ ഗോഡ്, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതിൻ്റെ സാരാംശം ഇതാണ്. പൈശാചികമായ പ്രവൃത്തികളെ എക്സ്പോസ് ചെയ്യണം, വെളിച്ചത്തോടെ. അത് ചിലപ്പോൾ ശാസനയിലാണ് വരുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ വചനമെടുത്ത് ശാസനാരൂപത്തിലൊക്കെ സംസാരിക്കും. അപ്പൊ നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ട്. എനിക്ക് നിങ്ങളെ ശാസിച്ചിട്ട് നിങ്ങളെ വെറുപ്പ് സമ്പാദിച്ചാൽ എന്ത് കിട്ടും? അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ചില ബൈബിൾ വചനങ്ങളെടുത്ത് ഞാൻ ചില സമയത്ത് ചിലരോട് ശക്തമായി സംസാരിക്കും, റബ്യൂക്ക് ചെയ്യുന്നത് പോലെ സംസാരിക്കും, ശാസിച്ച് സംസാരിക്കും. അറിയാം അതാർക്കും ഇഷ്ടമല്ല, എങ്കിലത് ചെയ്യുന്നത് അതിലൂടെ വെളിച്ചം ഉദിച്ചിട്ട് ആദ്യം കയ്പാണെങ്കിലും ആദ്യം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പിന്നീട് മനസ്സിലാവും എൻ്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അവർ കറക്റ്റ് ചെയ്യുന്നത് 98, ഒരുപക്ഷെ 99% കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തൊന്ന്, ഇങ്ങനെ കിടക്കുന്നവരുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചവുമായി പോകണം. ദൈവത്തിൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ സുവിശേഷം, ദൈവജനം. In other words, evangelize people who are under the grip of darkness and deliver them. അവരെ വിടുവിക്കണം. അപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ കേൾക്കുന്ന എത്ര പേർ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഇൻഡയറക്റ്റ് അല്ല. മറ്റുള്ളവരോട് സുവിശേഷം പറയാറുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? നിങ്ങൾ വിദഗ്ധമായി പലരും മുങ്ങുമെന്ന് എനിക്കറിയാം, എങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ഐ ഷെയർ ഗോസ്പൽ വിത്ത് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ മാത്രം ഇട്ടാതെ കള്ളത്തരമൊന്നും ചെയ്യേണ്ട. ദയവായി കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ദിവസവും ചെയ്യുമോ? വല്ല കാലത്തേ ഉള്ളൂ. ചിന്തിക്കുക. മർക്കോസ് 16:17 ഇംഗ്ലീഷിൽ പറയുന്നത്, ഇൻ മൈ നെയിം ദേ വിൽ ഡ്രൈവ് ഔട്ട് ഡീമൺസ്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്തെടുക്കും. ഈ അൺഹോളി കവനൻസിൽ ചില ദൈവങ്ങൾ, കുലദൈവങ്ങൾ, ആ ദൈവങ്ങൾ, പരാശക്തികൾ, ഇങ്ങനെയൊക്കെ പേരുള്ള പലതുമായി ചില കുടുംബങ്ങൾക്ക് ഓരോ തലമുറയിലും അവർ ഉടമ്പടി വയ്ക്കും. അങ്ങനെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂതങ്ങളും ദുർഭൂതങ്ങളും ദുരാത്മാക്കളും അശുദ്ധാത്മാക്കളും അതിൻ്റെ കെടുതികളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വിശ്വാസിക്ക് യേശുവിൻ്റെ നാമമുള്ളത് കൊണ്ട് ധൈര്യത്തോടെ ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയാം. ചില വ്യക്തികളിൽ നിന്നും ഇവയെ എവിക്റ്റ് ചെയ്യാൻ കഴിയും, കുടിയിറക്കി വിടണം, അങ്ങനെ വിടുവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, അജ്ഞാനകാലത്ത്, അറിവില്ലായ്മയുടെ കാലത്ത് നമ്മളെല്ലാം എന്ന് വെച്ചാൽ ചില വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഉദാഹരണത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വിഗ്രഹാരാധനയിലേക്ക് പോകാനോ അല്ലെങ്കിൽ സാത്താന്യമായതിൽ പോകാനോ അവർക്കൊരു അവസരം ഉണ്ടായില്ല. അവരങ്ങനെ
ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് ഇതിലേക്കൊന്നും അവർ പോയിട്ടില്ല. പക്ഷെ എൻ്റെ കാര്യം അതല്ല. ഞാനായിരുന്ന തലമുറയിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, അതിൻ്റെ മുകളിലുള്ളവരൊക്കെ അനുഷ്ഠിച്ചു പോകുന്ന അറിഞ്ഞോ അറിയാതെയുള്ള പൈശാചികമായ ആരാധനയിൽ പലതിലും നമ്മൾ പങ്കെടുത്തു പോയി. അങ്ങനെയുള്ള നേർച്ച കാഴ്ചകൾ, നേർച്ച വസ്തുക്കൾ, ഇതെല്ലാം കഴിച്ചും ചെയ്തും ഒക്കെയാണ് ഞങ്ങൾ ജീവിച്ചത് 16 വയസ്സ് വരെ. അതിനുശേഷം ഞാൻ പുറത്തിയാടി. ഇനി പുറത്ത് ചാടിയവർ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുന്ന സ്വഭാവമുണ്ടോ? ഈ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, സ്കൂളിൽ, കോളേജിൽ, നിങ്ങൾ എവിടെയാണ് പോകുന്ന വഴിക്കൊക്കെ പലരുമായി കാണുമ്പോൾ ഈ സത്യം അവരും അറിയണ്ടേ? പറഞ്ഞു കൊടുക്കണ്ടേ? ലോകം എങ്ങും പോയി ഈ സുവിശേഷം, ഈ ഗുഡ് ന്യൂസ് പറയാനാണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓൾറൈറ്റ്. ഇനി കൊലോസ്യ ലേഖനം 2:5 ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അവിടെ പറയുന്ന having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. കൊലോസ്യ ലേഖനം 2:15 അല്പം കട്ടിയുള്ളതാണ്, ശക്തമാണ്. വായിക്കാം, മലയാളത്തിൽ കൂടി വായിച്ചേക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സാത്താന്യ ശക്തികളെ യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പരസ്യമായ കാഴ്ചയാക്കി അതിനെ തകർത്ത് അതിൻ്റെ മുകളിൽ ജയോത്സവം കൊണ്ടാടിയ കാര്യം ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ഓരോ വിശ്വാസിക്കും ഈ ജയനിമിത്തം യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ഡിസ്പ്ലേ ചെയ്ത ആ ജയനിമിത്തം നമുക്കും സാത്താനെ ജയിക്കാൻ കഴിയുന്നു എന്നാണ് ഈ പറഞ്ഞത്. സോ ബിലീവേഴ്സ് ഹാവ് അതോറിറ്റി ഓവർ ദ എനിമി ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ പൈശാചിക രാജ്യത്തിൻ്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പൈശാചിക ശക്തികളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? ഐ ഹാവ് അതോറിറ്റി over all the evil spirits or evil authority. പൈശാചിക അധികാരങ്ങളുടെ മേൽ, ശക്തിയുടെ മേൽ എനിക്ക് അതിന് മുകളിൽ അധികാരമുണ്ട്. ഇത് നന്നായി അറിഞ്ഞിരിക്കണം. 1 യോഹന്നാൻ 4:4 അത് പറയുന്നുണ്ട്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാൻ 3:8 പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ പ്രത്യക്ഷനായി താൻ ചെയ്യാനുള്ളത് ചെയ്ത് ഇനി തൻ്റെ മക്കളാണ് ബാക്കിയുള്ള ശേഷക്രിയ ചെയ്യേണ്ടത്. ആമേൻ. ഒരു വചനം കൂടെ വായിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോമാലേഖനം 16:20 എനിക്കിഷ്ടമുള്ള വചനമാണ്. The God of peace will soon crush Satan under your feet. The grace of our Lord Jesus be with you. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചു കളയും. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പിതാവായ ദൈവം പുത്രനോട് പറയുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെയാണ് ഇന്ന് സ്വർഗാരോഹണം ചെയ്ത് യേശു കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത്. എന്നാൽ ഒരു സമയം വരും, ശത്രുക്കളല്ല, ഇന്ന് കർത്താവിനെതിരെ, യേശുവിനെതിരെ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന സകല ടെററിസ്റ്റുകളാകട്ടെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ആരുമായിക്കോട്ടെ, ഒരു ദിവസം അവര് യേശുവിൻ്റെ പാദപീഠമാകും. പാദപീഠം എന്ന് പറഞ്ഞ ഒരു ഫുഡ് സ്റ്റൂൾ, കാല് വെക്കാനുള്ള ഒരു ചെറിയ പലക പോലെ ഉള്ള ഫുഡ് സ്റ്റൂളായിട്ട് മാറും എന്ന് പറഞ്ഞാൽ കാൽ കീഴ് വരും, അവർ കീഴടങ്ങുമെന്നാണ് ഈ പറയുന്നത്. ഇന്ന് ഇവിടെ പറയുന്ന അതല്ല. സമാധാനത്തിൻ്റെ ദൈവം, ദ ഗോഡ് ഓഫ് പീസ് വിൽ സൂൺ ക്രഷ് സാറ്റൻ അണ്ടർ യുവർ ഫീറ്റ്. നിന്റെ കാൽ കീഴ് ചാതച്ചുകളെന്ന് പറയും. പല കാലത്ത് നടക്കാനുള്ള കാര്യമല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ ഒരു ഡൊമീനിയൻ, വാഴ്ച കർത്താവ് സകല വിശ്വാസികൾക്കും കൽപ്പിച്ചിട്ടുണ്ട്. കൈനീട്ടാൻ പ്രാർത്ഥിക്കും. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുപോകട്ടെ. സാത്താന്യമായ സകല ബന്ധനങ്ങളും ശാപങ്ങളും അശുദ്ധമായ ഉടമ്പടികളും ബ്രേക്കായി മുറിഞ്ഞ് തകർന്ന് മാറി ജനം വിടുവിക്കപ്പെടട്ടെ. ആസ്മ രോഗം സൗഖ്യമാണ്. കിടപ്പിലും ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക.
വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ദുസ്വപ്നങ്ങൾ മാറിപ്പോട്ടെ. എന്തൊക്കെയോ വേട്ടയാടുന്ന പോലെയുള്ള അനുഭവങ്ങൾ നസറാന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വിടുതലിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണമേ. ഗോഡ് ബ്ലെസ് യു. ബൈ. Thank you.